വീടിനകത്തെ അവസ്ഥ പരിതാപകരമാണ്. ഇതിന്റെ അറ്റത്ത് ഈ ഒരു സാധനം ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫാന് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭംഗിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ഞാൻ കാണിച്ചിട്ട്. പക്ഷെ അത് ശരിക്കും ഒരു PVC പൈപ്പ് നമ്മൾ അതിന്മേ എക്സ്ട്രാ ഇട്ട് കൊടുത്തതാണ്. ഇതും ഈ ഒരു എന്താ പറയുക കോല് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടലുണ്ട് കേട്ടോ. ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലേക്ക് സീലിംഗ് ഫാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക സീലിംഗ് ഫാന്, നല്ല ക്വാളിറ്റി ഉള്ള സീലിംഗ് ഫാന് ചെറിയ പ്രൈസിൽ സെലക്ട് ചെയ്യാനുള്ള 1-2 ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾ സീലിംഗ് ഫാന് വാങ്ങിച്ചിട്ട് ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയുക ആ ഒരു ഫാന് കാണാനൊരു ഭംഗിയൊന്നും ഇല്ലെങ്കിൽ ഭംഗി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ 1-2 ചെറിയ തരികിട പരിപാടികളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ സീലിംഗ് ഫാൻ എങ്ങനെയാണ് ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടി എന്ത് ടൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ നിങ്ങൾ? സിറ്റ് ഔട്ട് കംപ്ലീറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ്. സിറ്റ് ഔട്ട് മാത്രമല്ല കേട്ടോ, സിറ്റ് ഔട്ടും നമ്മുടെ ചെടികളും വീടിൻ്റെ പുറത്ത് ഭാഗത്തെല്ലാം ചുമരും മതിലും എല്ലാം ഇങ്ങനെയാണ്, കംപ്ലീറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കുറേ ദിവസം ക്ലീൻ ആക്കാഞ്ഞിട്ടുള്ള പൊടിയൊന്നും അല്ലേ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ, ഈ ഒരു നാട് തന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ പൊടിയിൽ കുളിച്ച് നിൽക്കുകയാണ്. പുല്ല് പോലും ഇങ്ങനെ പൊടിയിൽ കുളിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ട നിങ്ങൾ സിറ്റ് ഔട്ടിലെ ഫർണിച്ചറിൻ്റെ ഒക്കെ ഒരു അവസ്ഥയാണിത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് എന്താ പറയുക നമ്മുടെ എയർപോർട്ടിൻ്റെ റിനോവേഷൻ എക്സ്റ്റൻഷനൊക്കെ ഭാഗമായിട്ട് മണ്ണ് ഒരുപാട് മാന്തിയിട്ട് കുന്നൊക്കെ മാന്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രാവിലെയും രാത്രിയും കംപ്ലീറ്റ് ഫുൾ ടൈം 24 hours ഇങ്ങനെ വലിയ വലിയ ട്രക്കുകളിൽ വലിയ വലിയ വണ്ടികളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമായിരിക്കും ഈ മണ്ണ്. അപ്പോൾ ഈ മണ്ണ് ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ വീട്ടിലേക്കൊക്കെ ഈ പൊടി പാറും. അപ്പോൾ വീടിനകത്തേക്ക് ഇതുവരെ വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പണിങ്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് വാതിലും മാത്രമല്ല, വാതിലും ജനലൊക്കെ നമ്മൾ അടച്ചിടും. അതുകൊണ്ട് ഉള്ളിലേക്ക് വല്ലാണ്ട് പൊടി ഇതുവരെ അങ്ങനെ വല്ലാണ്ട് കയറിയിട്ടില്ല. പക്ഷെ സിറ്റ് ഔട്ടൊക്കെ ഉണ്ടല്ലോ, രാവിലെ ആയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവസ്ഥ കഷ്ടമാണ് കേട്ടോ. സിറ്റ് ഔട്ട് മാത്രമല്ല, നമ്മുടെ ചെടികളും ചെടിയുടെ ഇലകളും ഒക്കെ കംപ്ലീറ്റ് എന്നോട് എന്താ പറയുക എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പല വീഡിയോസിലും ഇപ്പോൾ ഇങ്ങനെ ഗാർഡൻ ടൂർ ചെയ്യോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഗാർഡൻ ടൂർ ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയല്ല കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾ ഇത്രക്കും പൊടിയാണ് ഇവിടെ. അതും ഈ ചുവന്ന മണ്ണിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ബാബു എന്നും ചെടിയൊക്കെ നനക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ റൂട്ട് മാത്രമല്ല നനക്കുക, അതിൻ്റെ ഇലകളും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണോണ്ട് പിന്നെയും കുറേയൊക്കെ വൃത്തിയുണ്ട്. എന്നാലും എന്താ പറയുക രാവിലെ ആയാലും നമ്മളിങ്ങനെ എണീറ്റ് വന്നിട്ട് ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരിക്കണ ആ ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എന്തായാലും ഇല്ല. കംപ്ലീറ്റ് പൊടിയല്ലേ, അപ്പോൾ നമുക്ക് എവിടെ ഇരിക്കാൻ വയ്യ, കംപ്ലീറ്റ് പൊടിയാണ്. എന്താ പറയുക ഇവിടെ ഈ ഒരു സൈഡിൽ ഞാനൊരു റബ്ബർ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിക്കാണ് കേട്ടോ. കാരണം എന്താ പറയുക അതിനെന്തോ ഒരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. 1-2 ദിവസമായിട്ട് ഞാനിങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഒരു ഉഷാറില്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം പുറത്തിരിക്കട്ടെ, ഒന്ന് വെയിലൊക്കെ കൊണ്ട് ഉഷാറായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ പോയി മേടിച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ. ഇത് ബിഗോണിയ ബാബുവിന് ഇഷ്ടമേ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട്, പൂക്കളുടെ ഭംഗി കണ്ടിട്ട് ബിഗോണിയ 2 മേടിച്ചു. പിന്നെ ഇതൊരു എന്താ പറയുക ഓറഞ്ചിൻ്റെ ബുഷ് ഓറഞ്ച്, അതാണ് കേട്ടോ. പിന്നെ ആ വാഴ പോലെ ഇങ്ങനെ കാണുന്നത് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. നല്ല വിലയുള്ള ചെടിയാണ്, നല്ല ഭംഗിയുള്ള കുഞ്ഞു ഹമ്മിങ് ബേർഡ് പോലത്തെ പൂക്കളാണ് കേട്ടോ അതിന് ഉണ്ടാവുക. അപ്പോൾ അത് മേടിച്ചു. പിന്നെ 2 റോസിൻ്റെ തൈകളും മേടിച്ചു. പിന്നെ ഈ വയലറ്റ് എന്താ പറയുക ഇതുണ്ടല്ലോ മുളക്, അതിൻ്റെ ഒരു കുഞ്ഞു തൈ മേടിച്ചിട്ടുണ്ട് കേട്ടോ. റോസാപ്പൂക്കൾ തൈകൾ ഞങ്ങൾ എവിടെ കണ്ടാലും ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തൊരു കളക്ഷനാണ്, കളറാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ കൂടുതലും മേടിക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നട്ടിട്ട് എപ്പോഴും സക്സസ്ഫുള്ളായി വരുന്നൊരു സാധനമാണ് റോസ്. അതുകൊണ്ട് ഞങ്ങൾ റോസ് എവിടെ കണ്ടാലും മേടിക്കലുണ്ട്. നല്ല ഭംഗിയാണ് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ കാണാൻ. ഇതിപ്പോൾ നമ്മുടെ ജെറേനിയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാൻ എൻ്റെ കഴിഞ്ഞ വൈറ്റമിൻ ഡിയുടെ വീഡിയോയിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ജെറേനിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സീസണിലും പൂവിടും, നിറയെ പൂക്കളും ഉണ്ടാവും. പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് അതൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീടിനകത്തെ അവസ്ഥ പരിതാപകരമാണ്. കാരണം എൻ്റെ ഫർണിച്ചേഴ്സ് കംപ്ലീറ്റ് ഞാൻ ഓരോരോ ബെഡ്ഷീറ്റൊക്കെ വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. അകത്തേക്ക് കംപ്ലീറ്റ് പൊടിയൊന്നും വരുന്നില്ലെങ്കിലും
ഇൻ കേസ് പൊടി വരുന്നുണ്ടെങ്കിൽ നമ്മളത് അറിയൂലല്ലോ, കുറേ ദിവസങ്ങൾ കൊണ്ടായിരിക്കും അതിൽ പൊടി ഇങ്ങനെ സെറ്റിൽ ചെയ്ത് നമ്മൾ അറിയുക, അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കാണുക. പിന്നെ ഈ സിറ്റ് ഔട്ടിൽ കൂടെ അല്ലേ നമ്മൾ ചവിട്ടിട്ട് ഉള്ളിൽ കയറുന്നതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഫർണിച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതൊരു യെല്ലോ കളറാണ്, മറ്റേത് ലിവിങ് റൂമിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. അപ്പോൾ ഇതങ്ങാനും പൊടി പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു കളർ കോമ്പിനേഷനും ഭംഗിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ അതൊക്കെ, അതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയട്ടെ, ഒരു വിഷമം ബാബു ഇതിങ്ങനെ മൂടിയിട്ടിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റണില്ല. വരുമ്പോൾ എന്നോട് പറയുന്നത്, ഈ മണ്ണെടുക്കൽ തീർന്ന വരെ അല്ലേ, കുറച്ച് കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. കുറച്ച് കാലം എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ദിവസം കൊണ്ട് തീരുമായിരിക്കുന്നു. അപ്പോൾ ബാബു പറയണത് കുറച്ച് ദിവസം കൊണ്ടൊന്നും തീരൂല, കുറച്ച് മാസങ്ങൾ തന്നെ ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് അവർ ആ മണ്ണൊക്കെ, ആ കുന്നൊക്കെ കംപ്ലീറ്റ് മണ്ണ് കൊണ്ടുപോകുമായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഓരോരോ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് മൂടിയിട്ടിക്കാണ് കേട്ടോ. കാരണം റിസ്ക് എടുക്കാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനിപ്പോൾ വിചാരിക്കാം പുതിയ 2 ബെഡ്ഷീറ്റ് മേടിച്ചിട്ട്, അതായത് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നമുക്കൊരു ലൈറ്റ് ആഷ് കളറല്ലേ നമ്മുടെ സോഫ വരുന്നത്, അതുപോലെ ഫാമിലി ലിവിങ്ങിൽ ടിവിൻ്റെ അവിടെ വരുന്നത് യെല്ലോ കളറും. അപ്പോൾ അവിടേക്കൊരു യെല്ലോ കളർ ബെഡ്ഷീറ്റും ഇവിടേക്ക് ഗ്രേ കളർ കുറച്ച് ബെഡ്ഷീറ്റുകളും മേടിച്ചിട്ട് ഞാൻ തന്നെ 1-2 കവറൊക്കെ അടിച്ചിട്ട് ഇട്ടാലോ എന്നൊക്കെ അങ്ങനെ ആലോചിക്കാം. കാരണം ഇതിങ്ങനെ ഒരുമാതിരി ആൾതാമസമില്ലാത്ത വീട് പോലെ ഇങ്ങനെ മൂടിയിടുമ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വൃത്തിയില്ലല്ലോ, കാണാനൊരു ഒതുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നട്ടെ എനിക്ക്. അങ്ങനെ 2 ബെഡ്ഷീറ്റൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കവർ അടിച്ചാലോ എന്നൊക്കെ. പക്ഷേ ഒരു ആനമടിച്ചി ആയതുകൊണ്ട് കവർ അടിക്കോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. കവർ അടിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. പിന്നെ ഈ പൊടി മാറിയിട്ട് നമ്മുടെ ഫാനൊക്കെ കണ്ട നിങ്ങൾ, കുറച്ചെങ്കിലും പൊടിയൊക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഈ ഫാനൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ ഫാനൊന്നും ഇത്ര പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഈയിടെ ആയിട്ടാണ് ഇങ്ങനെ പൊടിയൊക്കെ ഇതിന്മേൽ കാണുന്നത്. നമ്മുടെ സിറ്റ് ഔട്ട് ഇപ്പോൾ ആ സമയം കൊണ്ട് ബാബു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം അടിച്ച് കഴുകാൻ കേട്ടോ. കാരണം ഇത് തുടയ്ക്കാൻ ഞാൻ നിന്നാൽ 2-3-4 തുടക്കേണ്ടി വരും. കാരണം ആ ഒരു മണ്ണിങ്ങനെ കലങ്ങിയിട്ടുണ്ടാവും ആ വെള്ളം, തുടക്കണ വെള്ളം. എന്നിട്ട് പിന്നെ നമ്മൾ മുക്കി പിഴിഞ്ഞ് എത്ര പ്രാവശ്യം തുടക്കണം എന്നറിയോ. അപ്പോൾ അതിനേക്കാളും എളുപ്പം ഇതുപോലെ വെള്ളം അടിച്ചിട്ട് അങ്ങോട്ട് വൈപ്പർ വെച്ചിട്ട് വടിച്ച് കളയാന്ന് പറഞ്ഞ് ബാബു തന്നെ ചെയ്യാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സൗകര്യം ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സിറ്റ് ഔട്ട് ഒരു ലെവൽ താഴ്ന്നിട്ടല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ സിറ്റ് ഔട്ട് ഒരു ലെവൽ താഴ്ന്നതുകൊണ്ട് അതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീൽ ചെയറിലൊക്കെ ഒരാളായി കഴിഞ്ഞാൽ താഴേക്ക് ഇറക്കാൻ ചെറുതായിട്ടൊരു ടാസ്ക്കാണ്. എന്താ പറയുക, ഉള്ളിൽ നിന്ന് സിറ്റ് ഔട്ടിൽ ഒരാളെ ഇറക്കണമെങ്കിൽ നമ്മൾ പൊക്കി അതിൽ 1-2 പേര് പൊക്കി പിടിച്ച് ഇറക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ഈ കാലിനൊക്കെ നല്ല വയസ്സായ ആളുകളൊക്കെ ആണെങ്കിൽ ആ ഒരു പടി ഇറങ്ങിയിട്ട് വേണം സിറ്റ് ഔട്ട് പോയി ഇരിക്കണമെങ്കിൽ. അങ്ങനെയൊക്കെ അത് ഫ്യൂച്ചറിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ. അത് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ വെള്ളമടിച്ച് കഴുകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഈ ഒരു സൗകര്യം എന്തായാലും ഒരേ ലെവലിൽ നമ്മൾ എടുത്താൽ കിട്ടൂല. കാരണം വെള്ളം അടിക്കുമ്പോൾ ഉള്ളിക്കൊക്കെ വരും. ഇത് നമുക്ക് ധൈര്യമായിട്ട് ഓസ് വെച്ച് വെള്ളം അടിച്ച് വൈപ്പർ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പഠിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ബാബു സിറ്റ് ഔട്ട് വൃത്തിയാക്കൽ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യുക, ഫാൻ ഒന്ന് ക്ലീൻ ആക്കട്ടോ. അപ്പോൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫാന് ക്ലീൻ ആക്കാറുള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ ഫാന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇനി ഫാന് സെലക്ട് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഗതികൾ മൈൻഡിൽ വെച്ചിട്ട് ഫാന് നോക്കട്ടോ. സാധാരണഗതിയിൽ ആരും അങ്ങനെ നോക്കാറില്ല, ആ ഒരു കാര്യം ആരും നോക്കാറില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാകും എന്താണ് സംഗതി എന്നുള്ളത്. ഈ ഒരു വെച്ചിട്ട് ടൂൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫാന് ക്ലീൻ ആക്കണത്. ഇത് ഓൺലൈൻ മേടിച്ചതല്ല, ഓൺലൈൻ പക്ഷെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഒരു ഒറ്റ ഷോപ്പിൽ നിന്ന്, അതായത് നമ്മൾ ഈ കുടിയിരിക്കലിൻ്റെ ഭാഗമായിട്ട് കുറേ ചട്ടിയും പാത്രവും ബക്കറ്റും അങ്ങനത്തെ ഒക്കെ മേടിക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ അത് എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ ഈ കോലിങ്ങനെ നീട്ടാൻ പറ്റും. ഇതിപ്പോൾ കുഞ്ഞു കോലല്ലേ, ആ കോലിങ്ങനെ നമുക്ക് നീട്ടാൻ പറ്റും. ഇതിങ്ങനെ ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു സാധനം ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫാനൊക്കെ നല്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ഫാൻ നമുക്ക് ഡ്രൈ ക്ലീനും ചെയ്യാം, വെറ്റ് ക്ലീനും ചെയ്യാം കേട്ടോ. അതായത് നനച്ചിട്ടും നനക്കാണ്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് നനക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ പൊടി തട്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് പൊടി തട്ടുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒരു കയ്യിൽ ഈ കോലും മറ്റേ കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഞാൻ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും എന്താ പറയുക, ക്ലീൻ ആക്കുന്ന ഏകദേശമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ സംഭവം കൊള്ളാം. ഇത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ തറവാട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഫാന് ക്ലീൻ ആക്കണമെങ്കിൽ ബാബുവിനെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഉപ്പാനെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അവരോടാണ് ഞാനിത് ക്ലീൻ ആക്കി തരാൻ വേണ്ടി പറയാം. അത് എത്തൂല്ല കേട്ടോ. എന്താ പറയുക, ഒരു ടേബിളിൻ്റെ മേലെ ഒരു സ്റ്റൂളൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഇവർ കയറിയിട്ടാണ് ഫാനൊക്കെ തുടച്ച് വൃത്തിയാക്കി തരിക. അപ്പോൾ നമ്മൾ ഒരാളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു പ്രാവശ്യമൊക്കെ അവർ ചെയ്തു തരുള്ളൂ. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു റുട്ടീനായിട്ട് ഇത് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്നാമത് നമ്മൾ സീലിംഗ് ചെയ്തതുകൊണ്ട്, അതായത് റൂഫിൽ സീലിംഗ് ചെയ്തതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഹൈറ്റ് വേഗം എത്തും. അങ്ങനെ ഒരുപാട് മേലെ ഒന്നല്ല. അപ്പോൾ ക്ലീൻ ആക്കാൻ സുഖമാണ്. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു കോല് വെച്ചിട്ട് നല്ല സുഖമായിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കാം. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ വെറുതെ പറയണത് ഒരു പ്രൊമോഷന് വേണ്ടി പറയാം, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഏതായാലും ഒരു തുടക്കക്കാരിയാണല്ലോ ചാനൽ. അപ്പോൾ എനിക്ക് എന്തായാലും പ്രൊമോഷൻ വർക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്. പൊടി തട്ടാൻ നല്ല സുഖമാണ്, ഈ മാറാല തട്ടാനും സുഖമാണ്. അതുപോലെ തന്നെ ചുമരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ റൂമിൻ്റെ ഉള്ളിലെ ചുമരൊക്കെ നല്ല പൊടി പിടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക, ഇത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ചുമരുമ്പോൾ ഇങ്ങനെ തട്ടി കൊടുത്താൽ ചുമരൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും, നല്ല വൃത്തിയിൽ കിട്ടലുണ്ട്. ഞാൻ 2 ബെഡ്റൂം, താഴത്തെ 2 ബെഡ്റൂമാണ് അങ്ങനെ പൊടിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫോഗി പോലെ ഇങ്ങനെ തോന്നല്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഇത് വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നല്ല യൂസ്ഫുൾ ആണ്. ഫാനാണെങ്കിലും എനിക്ക് വേറെ ഒരാളെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ക്ലീൻ ആക്കാനൊക്കെ പറ്റലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് പൊടി മാത്രമേ തട്ടണുള്ളൂ. ഇനി 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒന്ന് നനച്ച് തുടക്കണം തോന്നിയാൽ ഞാൻ അങ്ങനെ ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് നനക്കാണ്ട് പൊടി തട്ടിയപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് തോന്നണില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ നനച്ച് തുടച്ചിട്ടില്ലെങ്കിലും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ഫ്രഷ് ലുക്ക് എന്തായാലും കിട്ടും. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഫാന് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഈ ഫാൻ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല രസം തോന്നണില്ലേ? എന്താ പറയുക, അതിന് എന്ത് കാരണമാണ് എന്നുള്ളത് നമുക്ക് അറിയണുണ്ടാവില്ല. നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹൈ കൊള്ളാലോ, ഈ ഫാന് കൊള്ളാലോ. അപ്പോൾ നമ്മൾ ഫാന് വാങ്ങുമ്പോൾ ആ കളർ കൊണ്ടായിരിക്കും ആ ഭംഗി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. നമ്മൾ ഒരു ഫാന് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോലുണ്ടല്ലോ, ആ ഫാൻ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ ഈ ലീഫ് 3 ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഭാഗം, അതല്ലാതെ മുകളിലുള്ള ആ കുഴൽ പോലെ നിൽക്കുന്ന ആ ഒരു അത്രയും ഹൈറ്റുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു ഫാനിൻ്റെ നോക്കുകയാണെങ്കിൽ നല്ല വണ്ണത്തിൽ നിൽക്കുന്നുണ്ട് അല്ലേ? നല്ലൊരു എന്താ പറയുക, ഒരു ഒലക്കയുടെ ഒരു വണ്ണം നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ? മുകളിലൊരു കപ്പ് പോലെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ച പോലെ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത്യാവശ്യം വണ്ണത്തിലുള്ളൊരു കുഴലാണ് കാണുന്നത്. അതും കഴിഞ്ഞ് കുറച്ച് വണ്ണത്തിലുള്ളൊരു ക്യാപ്പും, പിന്നെ അതിൻ്റെ താഴെയാണ് ഫാന് വരുന്നത്. അപ്പം ഈ ഒരു വണ്ണം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഫാൻ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭംഗി തോന്നുന്നത്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മളൊരു സ്കൂളിലൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ഫാന് കാണുവാണെങ്കിൽ ഫാൻ ഇങ്ങനെ ചെറിയ വീതി ഇല്ലാത്ത വണ്ണമില്ലാത്ത PVC പൈപ്പ് പോലെ ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടാവും അതിൻ്റെ കുഴൽ. എന്നിട്ട് അതിൻ്റെ അറ്റത്തുണ്ടാവും ഈ ഫാന് 3 ലീഫായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഒരു അസ്വസ്ഥതയാണ്, ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. മെലിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ. മാത്രമല്ല അതിങ്ങനെ ആടിക്കളിക്കും, കാരണം അത്രയും നീളത്തിൽ അതിങ്ങനെ മെലിഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ ആ പൈപ്പ് ഇങ്ങനെ ആടിക്കളിക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പം ഞങ്ങൾ ഫാൻ വാങ്ങിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ വണ്ണുള്ളത് മാത്രമേ വാങ്ങുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ തപ്പി നടന്നിട്ടാണ് ഈ ഒരു ഫാൻ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ഞങ്ങൾ എല്ലാ റൂമുക്കും ഇങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ചിലത് ഞങ്ങൾക്ക് കളറ് മാച്ചായി ഞങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടുമ്പം ഈ ഒരു വണ്ണുള്ള മോഡലിൽ ഇല്ല. അപ്പോൾ ഞങ്ങൾ വണ്ണം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ തരികിട പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കിഡ്സ് റൂമിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കിഡ്സ് റൂമിലെ ഫാനാണ്. ഇവിടെ നമുക്ക് ഒരു ഡാർക്ക് കളറ് വുഡൻ ടെക്സ്ചറിലുള്ള വുഡൻ്റെ ഒരു ലുക്കുള്ള ഫാൻ വേണം എന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആഗ്രഹം. ബ്ലാക്ക് ആൻഡ് വുഡ് കളർ വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫാന് തപ്പി നടന്നിട്ട് കിട്ടിയതാണ് ഇത്. പക്ഷേ ഇതിൻ്റെ കുഴൽ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ണം തോന്നുന്നുണ്ടെങ്കിലും ഇത് വണ്ണമില്ലാത്ത ഒരു പൈപ്പാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിത് വേണോ വേണ്ടേ കുറേ പ്രാവശ്യം ഞങ്ങൾ വാങ്ങാൻ പോകും, എന്നിട്ട് തിരിച്ചു പോരും, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറൊരു നിവൃത്തി ഇല്ലാണ്ട് ഈ ഫാനിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് വണ്ണമുള്ള ഒരു PVC പൈപ്പ് ഇതിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യുക ചെയ്തത്. ഇതിൽ കയറ്റി കൊടുത്തു. ഇതിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മൾ കയറ്റി കൊടുത്തു. എന്നിട്ട് ഫാന് ഫിറ്റ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളറ് ആ പൈപ്പിൻ്റെ മേൽക്കൂടെ നമ്മൾ ബ്ലാക്ക് കളർ അടിക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഫാനിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് അത് കണ്ടാൽ തോന്നും. പക്ഷെ അത് ശരിക്കും ഒരു PVC പൈപ്പ് നമ്മൾ അതിന്മേൽ എക്സ്ട്രാ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇൻ കേസ് നമ്മൾ അങ്ങനത്തെ ഫാൻ
വാങ്ങുകയാണെങ്കിലും നമുക്കിതുപോലെ ആവശ്യത്തിനനുസരിച്ച് വണ്ണമുള്ള ഒരു പൈപ്പ് അതിൽ കയറ്റി കൊടുത്താൽ നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫാന് വണ്ണമില്ലാത്ത പൈപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതുപോലൊരു എക്സ്ട്രാ പൈപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വണ്ണത്തിലാക്കാട്ടോ, ഒന്നും കൂടെ നല്ല അടിപൊളി ലുക്ക് കിട്ടും. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ ഫാനാണ്, വൈറ്റ് കളർ. മാസ്റ്റർ ബെഡ്റൂമിലും സിറ്റ് ഔട്ടിലും സെയിം വൈറ്റ് കളർ ഫാനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫാനും നമ്മൾ ഇതുപോലെ തന്നെ വണ്ണുള്ളത് സെലക്ട് ചെയ്ത് നോക്കിയെടുത്തതാണ്. എന്താ പറയുക, ഇതിന് നമ്മൾ എക്സ്ട്രാ പൈപ്പ് ആഡ് ചെയ്ത് കൊടുത്തൊന്നുമില്ല, അത് ഓൾറെഡി വണ്ണുള്ളതായിരുന്നു. നല്ല ഭംഗിയുള്ള ഫാനാണ് കേട്ടോ. എന്താ പറയുക, നല്ല ഒരു ഷേപ്പും പിന്നെ വലിയ റേറ്റും വരുന്നില്ല ഈ ഒരു ഫാനിന്. ഇവിടുത്തെ എല്ലാ ഫാനും BLDC ഫാനാണ്. 5 years വാറണ്ടി ഒക്കെ ഉള്ള നല്ല ഫാനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് യാതൊരു കുഴപ്പമോ കംപ്ലൈൻറ്റോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇടി മിന്നൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ തറവാട്ടിൽ യൂസ് ചെയ്തതാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാനുകളാണെങ്കിലും ഇതുവരെ അങ്ങനത്തെ നല്ല അത്യാവശ്യം നല്ല ഇടിയും മിന്നലും ഒക്കെ കഴിഞ്ഞു പോയതാണ്. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ. ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫാനും കൂടെ ഞാൻ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മറ്റേത് ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയായത് കാണുന്നേക്കാളും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ വൈറ്റ് ക്ലീൻ ആക്കുമ്പോൾ കാണാമല്ലോ എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത്. ഈ വൈറ്റുമലും അത്യാവശ്യം നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്. വൈറ്റുമൽ പൊടി പിടിച്ചാൽ വേഗം കാണാനും പറ്റും കേട്ടോ. വൈറ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ക്ലീനിങ് ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയാറുണ്ട്, വൈറ്റ് സെലക്ട് ചെയ്യേണ്ടെന്നൊക്കെ. പക്ഷേ നല്ലതാണ് വൈറ്റ്. മറ്റുള്ള സത്യത്തിൽ ബ്രൗൺ കളറൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണത്. സാധാരണ എല്ലാവരും ഫാൻ വാങ്ങുമ്പോൾ വൈറ്റ് കളർ ബ്രൗൺ കളർ വാങ്ങിക്കും, കാരണം ചളി പിടിച്ചാൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബ്രൗണിലും ചളി പിടിച്ചാൽ നല്ലോണം അറിയും. വൈറ്റ് ആണെങ്കിൽ നമുക്കത് അറിയും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ക്ലീൻ ആക്കിക്കോളും. അതാണ് ഞാൻ വിചാരിക്കലുള്ളത്. അപ്പോൾ ഇതും ഈ ഒരു എന്താ പറയുക കോല് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടലുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്ലീൻ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുള്ള ലുക്കാണ്. നല്ല അടിപൊളിയായി വൃത്തിയായി കിട്ടിയിട്ടില്ലേ. നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുമ്പോഴത്തെ ആ ഒരു ലുക്കിലേക്ക് നമ്മളിത് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ലുക്കിലേക്ക് വരും കേട്ടോ. പറയുമ്പോൾ സിറ്റ് ഔട്ടിലും വൈറ്റ് ആണ്, സിറ്റ് ഔട്ടിലും നല്ലോണം പൊടിയൊക്കെ ആവാറുണ്ട്. പക്ഷെ ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് തട്ടി കഴിഞ്ഞാൽ ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ ഒരു വർഷം ആയി എന്ന് പറഞ്ഞില്ലേ, ഇതുവരെ ആ ഒരു എന്തെങ്കിലും ഒരു സ്റ്റൂളൊക്കെ വെച്ച് കയറി അതിൻ്റെ മേലെ നിന്ന് നമ്മൾ കൈകൊണ്ടൊക്കെ നനച്ച് തുടക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ അത് ക്ലീനാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ടൂൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ബക്കറ്റിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതാ സിറ്റ് ഔട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി തന്നിട്ടുണ്ട് ബാബു, നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇത് പഴയ അതേ കണ്ടീഷനിലേക്ക് ആവും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. എന്നും ക്ലീൻ ആണല്ലോ, വൃത്തിയായല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഞാൻ ആ വണ്ടി കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ ഈ കാണുന്ന വണ്ടിയാണ് മണ്ണ് കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഒരുപാട് വണ്ടികൾ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് വണ്ടികൾ ഇങ്ങനെ പോകണുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും പൊടി ഇവിടെ ഉള്ളത് കേട്ടോ. ഇതിന് എത്ര മാസം ഉണ്ടാവും എന്നറിയില്ല. ഏതായാലും പെട്ടെന്നൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ.